ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഞങ്ങള് നാട്ടിൽ നിന്ന് ഡൽഹി എത്തി. അങ്ങനെ ഞങ്ങളെ ക്യാമ്പൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരു വാക്കിങ് ഇറങ്ങിയതാണ്. ആ സമയത്താണ് ഈ കണിക്കൊന്നകളെല്ലാം പൂത്ത് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി. അപ്പൊ ഇന്ന് ഞാന് ഒരു സ്ട്രെയിറ്റ് പാന്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ട്രെയിറ്റ് പാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. സ്റ്റിച്ചിങ് തീരെ അറിയാത്തവർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വലിയ അളവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. സ്ട്രെയിറ്റ് പാന്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവര് ഇതേ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോ ഇവിടെ 2 മീറ്റർ ക്ലോത്ത് ആണ് ഈ പാന്റിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഒന്ന് 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടാം. കണ്ടോ, ഇതാണ് ഓപ്പൺ സൈഡ്. ഈ ലെങ്ത് സൈഡിൽ നിന്നാണ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഞാൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ലെങ്ത് സൈഡിൽ നിന്നാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. കണ്ടോ, ഇത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചുളിവൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് പാന്റ് എന്തെങ്കിലും കാണുമല്ലോ. ആ സ്ട്രെയിറ്റ് പാന്റ് എടുത്ത് ഇതിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് നമ്മുടെ ക്രോച്ച് ഏരിയ ഇപ്പുറത്ത് വരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഓപ്പൺ സൈഡിൽ ഇതുപോലെ വരുന്ന രീതിക്കായിരിക്കണം നമ്മൾ നമ്മുടെ അളവ് പാന്റ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ വലിച്ച് വീതി സൈഡായാലും ലെങ്ത് സൈഡായാലും ഇതുപോലെ നല്ലപോലെ വലിച്ചു വെച്ച് കൊടുക്കണം. അതുപോലെ കാലിന്റെ സൈഡ് കണ്ടോ, എന്റെ സ്ട്രെയിറ്റ് പാന്റ് ഇവിടെ ചരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാനിങ്ങനെ ചരിച്ചിട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത ഈ സൈഡ് ഉണ്ടല്ലോ, ആ എൻഡ് ചേർത്ത് നമുക്ക് ഇതുപോലെ വെച്ചും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ ഈ സൈഡ് ഒരു ചരിവ് വേണം. ഇനിയിപ്പോ ആദ്യം തന്നെ ഈ പാന്റിന്റെ മേൽഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ 2 ഇഞ്ച് മാറ്റി നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ലെങ്ത് ഭാഗം കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ വലിച്ചു വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ 2 മീറ്റർ ക്ലോത്ത് ആണെന്ന്. എനിക്കിപ്പോ ലെങ്ത് ഭാഗം പോയിട്ട് ഒരു 3.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ ഈ 3.5 ഇഞ്ച് ഞാൻ ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വിടുവാണേ. ഞാൻ ഇച്ചിരി വീതിക്ക് ഫോൾഡ് ചെയ്യാന്നാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 3.5 ഇഞ്ചും എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം കണ്ടില്ലേ, ഈ ക്രോച്ച് ഏരിയ, ഈ ഏരിയയാണ് ഏറ്റവും കൂടുതൽ വീതിയുള്ള ഭാഗം. അപ്പം ഫസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. കറക്റ്റ് പിടിച്ച് അതിന്റെ എൻഡ് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് തയ്യൽ തുമ്പ് വേണം. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ലൂസാക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ ഞാനിവിടെ 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുവാണേ. അത് ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴെ വരെ നമുക്ക് 1 ഇഞ്ചില് 1.5 ഇഞ്ച് വിട്ട് ഇതുപോലെ ഞാൻ താഴെ വരെ മാർക്ക് ചെയ്യുന്നുണ്ടേ. ഇതുപോലെ താഴെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് പാന്റിന്റെ സൈസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് 1.5 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇപ്പുറത്തെ സൈഡ് ഒരു ചരിവുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ ക്രോച്ച് ഏരിയയുടെ അതേ അവിടെ നിന്നാണ് താഴോട്ട് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഏരിയ ക്രോച്ച് ഏരിയ മേളിലോട്ടും 1.5 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യാം. കണ്ടോ, റൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത ശേഷം മേളില് എലാസ്റ്റിക് ആണല്ലോ, അപ്പൊ വീതി കുറഞ്ഞു വരും. ഈ മാർക്ക് ചെയ്ത് വിട്ട പോയിന്റിൽ ഇവിടുത്തെ വീതി എത്രയുണ്ടത് നമുക്ക് ഇഞ്ചി ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഈ ഭാഗം 12.5 ഇഞ്ച് കിട്ടുന്നുണ്ട്.
ഈ 12.5 ഇഞ്ച് മുകളിൽ ബെൽറ്റ് ഏരിയയിൽ നമുക്ക് വേണം. അപ്പോൾ ബെൽറ്റ് ഏരിയയിൽ ഇഞ്ച് ടേപ്പ് വെച്ച് ഒരു 12.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. മേളിൽ 12.5 മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഈ താഴെ വളച്ചു വിട്ടല്ലോ, ഇതുവരെ നമുക്ക് ഇതുപോലൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 2 ഇഞ്ച് ഈ അറ്റം വരെ വേണം. അപ്പോൾ ഇതുവരെയും നമുക്ക് 2 ഇഞ്ച് ഒന്ന് അതും മാർക്ക് ചെയ്ത ശേഷം ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണേ. ഇതൊന്ന് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുത്ത ശേഷം കട്ട് ചെയ്യാം. മാർക്ക് ചെയ്ത് വിട്ട് അതേ പോയിന്റിന്റെ മേളിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് ക്രോച്ച് ഏരിയയുടെ എത്തുമ്പോൾ ഇവിടെ നിന്നും അതുപോലെ തന്നെ വളച്ച് മേളിലോട്ട് കട്ട് ചെയ്യാം. മാർക്ക് ചെയ്ത് വിട്ട് അതുപോലെ തന്നെ മേളിലോട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോ കാൽഭാഗം ഇവിടെ ചരിച്ച് വരച്ചു വിട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഈ ക്രോച്ച് ഏരിയ അതിന്റെ ലെവലിലാണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഈ കട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഈ ക്രോച്ച് ഏരിയയുടെ ലെവലിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ പാന്റിന്റെ ഷേപ്പ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മേളില് ക്ലോസ് ആണല്ലോ, ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഈ മേളിലെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം സൈഡ് ഓപ്പൺ ചെയ്യാം. സൈഡ് ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് താഴോട്ട് ചരിച്ച് കട്ട് ചെയ്ത ആ പോയിന്റിൽ നിന്നാണ് മേളിലോട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നത്. കണ്ടില്ലേ, ക്രോച്ച് ഏരിയയുടെ ആ ലെവലിൽ നിന്ന് മേളിലോട്ട് ഇതുപോലെ രണ്ടും ഓപ്പൺ ചെയ്ത ശേഷം 2 പാർട്ടുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നല്ല വശം അകത്താക്കിക്കൊണ്ടാണ് ഇതിനെ ഒന്ന് ഇതുപോലെ ചേർത്ത് വെച്ച് ഈ പോർഷൻ കണ്ടില്ലേ, ഈ ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. 2 ഭാഗവും 2 കാലിന്റെയും 2 പീസുകൾ ഇതുപോലെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നല്ല വശം അകത്താക്കിക്കൊണ്ട് ഇതേ ഏരിയന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ നല്ല വശം അകത്താക്കി വെച്ചിട്ട് ഈ 2 പീസ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുവാണ്. 2 കാലിന്റെ ഈ പാർട്ടുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ കിട്ടും. കണ്ടോ, നല്ല വശം അകത്താക്കി ഇതുപോലെ കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട ശേഷം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡുകൾ 2 കാലിന്റെയും ഈ സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയം ഇവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ താഴോട്ട്, ആ പോയിന്റിലും കറക്റ്റ് ലെവൽ ചെയ്ത് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിതാ 2 പീസ് ഒരുപോലെ പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് 2 സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇതുപോലെ കിട്ടും. ഇതിനെ ഒന്ന് ബെൽറ്റ് ഏരിയ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. 2 ഇഞ്ച് മാറ്റി വിട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അടുത്ത് നമുക്ക് ഇതുപോലെ ബെൽറ്റ് ഏരിയയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബെൽറ്റ് ഏരിയ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം 1/2 ഇഞ്ച് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് കൂടെ ഫോൾഡ് ചെയ്ത് ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ റൗണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്ത്
ക്ലോസ് ചെയ്യാറായി. ഇനിയിപ്പോ ഇവിടെ ഒരു 1 ഇഞ്ച് മാറ്റി ക്ലോസ് ചെയ്യണം. കണ്ടോ, ഇവിടെ 1 ഇഞ്ച് മാറ്റി ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എലാസ്റ്റിക് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കിട്ടും. ഇനിയാണ് നമുക്ക് ഈ പാന്റിന്റെ ലെങ്ത് ഭാഗം, ഏറ്റവും താഴെ. ഞാൻ പറഞ്ഞല്ലോ 3.5 ഇഞ്ചാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത ശേഷം 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ 2 സ്റ്റിച്ചും ഫോൾഡ് ചെയ്തതിൻ്റെ ഈ മേളത്തെ സ്റ്റിച്ചുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ലെവല് പിടിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. 2 കാലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത കാലം ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ലെവലില് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇതിന് ഈ സൈഡില് തയ്യൽ തുമ്പുണ്ടല്ലോ, ഈ ഭാഗത്ത് സ്റ്റിച്ച് പെടാത്ത രീതിക്ക് 2-3 കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്താൽ മതി. ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയാണേ. ഞാൻ ഇനിയിപ്പോ ഈ കാൽവണ്ണം 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന എൻ്റെ അളവിന്റെ പാന്റിന്റെ കാല് ഒരു കട്ടിട്ട് ഇതുപോലെ കണ്ടില്ലേ, കട്ടൊക്കെ കൊടുത്ത് ലേസൊക്കെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5.5 ഇഞ്ച് മതി. ഈ കട്ടുള്ള കാരണം ഈസി ആയിട്ട് നമുക്ക് കാലിലൂടെ ഇടാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന പാന്റില് കട്ട് കൊടുത്തിട്ടില്ല. കട്ട് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ട് വരും. അത് കാരണം ഞാൻ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് പിടിച്ച ശേഷം മേളിലോട്ട് സെയിം അളവില് ഏറ്റവും താഴ്ഭാഗത്താണ് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു 28 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഓരോ എലാസ്റ്റിക്കും ഓരോ ടൈപ്പ് ആയിരിക്കും. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ ഒന്ന് വെച്ച് നോക്കിയ ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി, നിങ്ങൾക്ക് അളവ് ഡൗട്ട് ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഇതുപോലൊരു പിന്ന് അതിൻ്റെ എൻഡിൽ കൊടുത്ത ശേഷം ഇതുപോലെ നമ്മളൊരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അതുവഴി ഇതുപോലെ ഒന്ന് കടത്തി കൊടുത്താൽ മതി. ഇതുപോലൊന്ന് കോർത്തെടുത്ത് ഇപ്പുറത്തെ സൈഡിലൂടെ ഇതിനെ ഒന്ന് വലിച്ചെടുക്കണം. വലിച്ചെടുത്ത ശേഷം യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ എലാസ്റ്റിക് ഇതാ ഇതുവഴി വന്നിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് രണ്ടറ്റത്ത് ഇതുപോലെ ഒന്ന് വിട്ട ശേഷം ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് പാൻറ് വലിച്ച് ലെവൽ ചെയ്ത ശേഷം ഈ 1 ഇഞ്ച് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് നല്ല ഭംഗിയായിട്ട് ഈസി ആയിട്ട് തന്നെ സ്ട്രെയിറ്റ് പാൻറ് ചെയ്തെടുക്കാന്ന് കണ്ടല്ലോ. അപ്പൊ അറിയാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.